ഇതെന്നാ അച്ചമ്മച്ചി പരിപാടി? പരിപാടി ഇച്ചിരേ ഏലക്ക പരിപ്പിരിപ്പുണ്ടായിരുന്നു, ഏലത്തിൻ്റെ അകത്തെ അരി. അതെ, പിന്നെ ഇന്നാണ് നമ്മൾ പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഇതിപ്പോൾ ഞാനൊന്ന് ചൂടാക്കുക പൊടിക്കാനായിട്ട്. പായസം വെക്കാൻ പോവാടാ, ഓണപ്പായസം. പായസോ? ഇവിടെ തണുപ്പായതുകൊണ്ടേ ഒന്ന് ചൂടാക്കിയാലേ പൊടിക്കാൻ പറ്റുള്ളൂ. പൊടിച്ചിട്ട് എടുത്തോ, ശർക്കര വരട്ടി ഉണ്ടാക്കാൻ. ഓണമൊക്കെ എന്നാ കുഞ്ഞിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടപ്പോ കുഞ്ഞിക്കൊരു സന്തോഷം. നീ ഇച്ചിരി ജീരകവും കൂടെ ചൂടാക്കി പൊടിക്കണം. ചൂടാക്കിയില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ പൊടിയല്ല, ചൂടാക്കിയില്ലേ. മതി. എന്നാ ചമ്മച്ചി? കുഞ്ഞിക്കറിയാവോ ശർക്കര വരട്ടിക്ക് എന്നാക്കിയാ ചേർക്കുന്ന? ശർക്കര വരട്ടിക്ക് ഏലക്കായ, ചുക്കുപൊടിയ്, ജീരകപ്പൊടി, ശർക്കര, അത്രയുണ്ടെങ്കിലേ ശർക്കര വരട്ടിയാവുള്ളൂ. കാ വറുത്തതും. ചമ്മച്ചി മുമ്പേ കാ വറുത്തപ്പോഴേ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര വരട്ടിക്കും കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കര വരട്ടി. അപ്പൊ നമുക്ക് അതും കൂടി. ശർക്കര വരട്ടി ഉണ്ടാക്കണേ അരിപ്പൊടി വേണം. നമ്മള് നല്ല നാടൻ രീതിയിലല്ലേ, നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കുമല്ലേ. അപ്പൊ നമ്മളിങ്ങനെയാ ഉണ്ടാക്കുന്നേ. ഞാൻ കുത്തരി വറുത്ത് പിടിച്ചത് നമ്മളെന്നും ഉണ്ടാക്കുന്നത്. കൊടുക്കാനാണേലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മള് വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. ചമ്മച്ചിയേ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ടേ ശർക്കര എടുപ്പാനായിട്ടിടുക. എണ്ണ വേണ്ട, ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഒഴിച്ചിരുന്നേ. 1/2 കിലോ ശർക്കര, അല്ല 1/2 കിലോ കാവറുത്തത്. 1/2 കിലോ കാവറുത്തതിന് എന്തേലും ശർക്കര എടുക്കുന്നത്? അതൊരു ചെറിയൊരു ശർക്കര മതി. 1 കിലോ അങ്ങനെ അളവൊന്നുമില്ല. ഞങ്ങളിപ്പം ഒരു 3 കിലോ ഒക്കെ കാ വറുത്തതുണ്ടെങ്കിൽ ഒരു 3 മുഴുത്ത ശർക്കര ഉണ്ടെങ്കിൽ ഇടും. 3 കിലോയ്ക്ക് 3 ശർക്കര കൊണ്ട് 1 കിലോ കാണുമായിരിക്കും. അത് കാണും. ശർക്കര ഉരുകുന്നുണ്ടല്ലോ. ശർക്കര ഒരു ശകല നേരം കൂടെ ഇരിക്കണം, ഉരുകി തീരണ്ടായത്. ഇതിലെ ഓരോ കഷ്ണമുണ്ട്. കുഞ്ഞി ഇത് കണ്ടോ കുഞ്ഞി, ഇത് കുത്തരി മുമ്പ് നമ്മൾ വറുത്തില്ലേ, അത് പൊടിച്ചു വെച്ചേക്കുന്നതാ, അരിപ്പൊടിയായത്. ഈ കുത്തരി വറക്കുന്ന ഞങ്ങൾ നേരത്തെ ഉണ്ടല്ലോ, ഇത് വറുത്തിങ്ങനെ പൊടിച്ചിട്ട് ശർക്കരയും തേങ്ങായും കൂടെ ചിരണ്ടിയിട്ട് കഴിക്കുമായിരുന്നു. നല്ല രസം, അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ. പിന്നെ ഈ അരി വറുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി വരും. അത് എന്നിട്ട് കടിഞ്ചായ വെച്ചിട്ട് കടിഞ്ചായക്കകത്ത് അതിട്ടിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാ. കുത്തരിപ്പൊടി കടിഞ്ചായയും കൂട്ടി കടിഞ്ചായ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇത് മത്തങ്ങ ഇല്ലേ, മത്തങ്ങയുടെ കുരു ഇമ്പിടി കാണൂല മുറിക്കുമ്പോ. നമുക്ക് ഇഷ്ടം പോലെ മത്തങ്ങയുണ്ട്. എന്നിട്ട് ഈ കുരു വെയിലത്തെടുത്ത് വെച്ച് ഉണങ്ങും, കഴുകി വാരി ഉണങ്ങിയെടുക്കും. എന്നിട്ട് കുത്തരിയും ഈ മത്തക്കുരുവും കൂടെ ഒന്നിച്ചിട്ട് വറക്കും. വറുത്തിട്ട് ശർക്കര ഇടുന്നവരങ്ങനെ ഇടും, തേങ്ങായും അല്ലെങ്കിൽ ചുമ്മാ ഇത് വറുത്തിട്ട് തേങ്ങായും ചിരണ്ടിട്ട് നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അതിന്റെ. അത് പൊട്ടുമോ മത്തയുടെ കുരു വറക്കുമ്പോ? മത്തക്കുരു ചുമ്മാ തന്നെയാണ് നല്ല ടേസ്റ്റ്. നല്ല വിളഞ്ഞ മത്തയുടെയാണ് നല്ലത്. നിങ്ങളുടെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇനിയുണ്ട്. കുഞ്ഞിക്കാരും ഏറ്റവും വലിയ വിഷമം ഈ ഡൈനിങ് ടേബിൾ ചുമ്മാ കിടക്കുന്നു. ഡൈനിങ് ടേബിളിന് മേലോട്ട് നീ നോക്കി എങ്ങനെയുണ്ട്? ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വിടണ്ടേ? ഇതിനെ ഇപ്പൊ ഇത്രയും ഇതല്ലേ ഉള്ളൂ, ഇതാണോ നാളെ അയക്കണ്ടേ? ഇത്രയാണ് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയെല്ലാം കൂടെ കുറെ കൂടെ ചെയ്യണം. ഇപ്പൊ സമയം എന്നായി, മണി 11:30 എങ്ങാണ്ടായി. അതെന്നാന്നോ, ഏത്തക്കയും കൂടെ വറുത്തിട്ട്, ഏത്തക്ക ചിപ്സ് കൂടെ വേണ്ട കുറെ ഉണ്ട്. അപ്പൊ അതുകൂടെ വറുത്തിട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോ നാളെ അല്ലേ നടക്കത്തുള്ളൂ. അപ്പം എന്നാ പറയുന്നത്, എന്റെ കിളി പോയിരിക്കും. നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് നമുക്ക് കാ വറുത്തത് ഇട്ട് കൊടുക്കാം. സോഡാ പറയുന്നു.
ഈ ശർക്കര ഇതേ നന്നായിട്ട് പിടിച്ചു വരണം. ഈ ഇളക്കിനകത്താണ് ശർക്കര വരട്ടിയുടെ എല്ലാം ഇരിക്കുന്നത്. എല്ലായിടത്തും എല്ലാ പീസയിലും ശർക്കര ചെന്ന് ഇച്ചിരി ഇച്ചിരൂടെ മുഴുത്ത ഉരുളിയാണേലും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ മറ്റേ ഉരുളി എടുത്താൽ മതിയായിരുന്നല്ലേ. കുറച്ച് സാധനം ഉള്ളത് കൊണ്ട് ഇതെടുത്തത്. പക്ഷെ ഇത് ഇളക്കണമെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള പാത്രം തന്നെ വേണം. അത് ചുക്കും ജീരകപ്പൊടി, ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ നമ്മുടെ അരിപ്പൊടിക്കകത്തോട്ട് കുത്തരി വറുത്ത് പൊടിച്ചില്ലേ അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇത് വാരി ഇതിനകത്തോട്ട് തൂളി കൊടുക്കണം. ഇളക്കി ഇനി മിക്സ് ചെയ്യണം. ഇതിലോട്ട് പിടിക്കണം. ആ ഇളക്കിനകത്താണ്. പക്ഷെ ഇച്ചിരി കൂടെ വലിപ്പമുള്ള പാത്രം വേണമായിരുന്നു. എത്രയുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, തിന്നിട്ട് കുഞ്ഞിന്ന് അഭിപ്രായം പറഞ്ഞു. സദ്യക്കകത്തൊക്കെ ഇഷ്ടമുള്ള ഒരേ ഒരു സാധനമാണ് ഞാൻ തിന്നുന്നത്. ഞാൻ മുമ്പ് 3 നമ്പർക്ക് തിന്നായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയല്ലേ? സൂപ്പർ സാധനം. നാളെ നമുക്ക് ഒരു 5 കിലോ ഉണ്ടാക്കിയാലോ? അല്ല, ഈ ശർക്കര വരട്ടി ഇഷ്ടമുള്ള ആൾക്ക് എന്നാ ഉപ്പേരി ഇഷ്ടമല്ലാത്തത്? ഉപ്പേരി ഇഷ്ടമല്ല. കോപ്പി ഒന്ന് നോക്കിയാടാ. ശർക്കര വരട്ടിയുടെ നോക്കിക്കേ. എടുത്തു തിന്നെ. ഇങ്ങനെയുണ്ടടാ, അടിപൊളിയാണോ? കോപ്പി എന്നാ പരിപാടിയാടാ? ഉണ്ടാക്കാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ. ഓ, നിനക്കുള്ള സ്പെഷ്യലാണോ? ബുൾസയ്യാ? എന്തോ സാധനോ പേരില്ലേ? മുടി ഉണങ്ങിയില്ലേ? മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാൻ മേലായിരുന്നോ? ഇതെന്നാടാ, മുട്ട ബന്നോ? ആ, കൊള്ളാലോ. ഇതുണ്ടോ ഇനി മുട്ട കൊണ്ട് ചേട്ടാച്ചൻ ബന്നുണ്ടാക്കിയത്? അപ്പുറത്തെ സൈഡും വെള്ളയാണോ? നീ എങ്ങനെയാടാ അങ്ങനെ ഉണ്ടാക്കി? കൊള്ളാലോ. ഇതൊരു പുതിയ ഡിഷാടാ. അതെ അതെ. എന്നാ വെച്ചേ എന്റെ ഫോട്ടോ എടുത്തു. എനിക്കും കൂടെ ഉണ്ടാക്കിയേ. അതുപോലെ തന്നെ ആവുമോ നിന്നെ നോക്കട്ടെന്ന്. അതെ അതെ. എങ്ങനെയുണ്ടോ ഇനി ശർക്കര വരട്ടി? ഇതാ മെയിൻ. ചുമ്മാ പെറുക്കി തിന്നോണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ? തോന്നല്ല, ഞാൻ തിന്നുമോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന്ന് വയറ് നിറച്ചാൽ ഇനി ഒന്നും കഴിക്കണ്ടേ? മനസ്സിലായല്ലോ. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പഠിച്ചോ? ഞാൻ പഠിക്കില്ല. ഇത്ര നേരം പിന്നെ നോക്കുന്നത്? ഞാൻ കഴിക്കാനാണ്. എങ്ങനെയുണ്ട് ചമ്മച്ചി ചക്രവർത്തി? സൂപ്പർ. എന്നാണ് നമ്മളെ ഈ വറക്കൽ പരിപാടിയൊക്കെ തുടങ്ങിയ പിന്നെ ഫുഡ് അങ്ങ് സെറ്റ് ആകുന്നില്ല അല്ലേ? ആണോ? അത് കൊള്ളാം. എന്നാ അറിയാമോ, ചമ്മച്ചി അമ്മ ഫുൾ ടൈം തിരക്കല്ലേ? ഇത് മടുത്തല്ലേ? സെറ്റാകാതിരിക്കാനൊന്നുമില്ല. കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കുഞ്ഞ് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. എന്നാലും മടുത്തു. ക്ഷീണമായി. കുഞ്ഞിക്കോ? നമുക്കൊരു ക്ഷീണമില്ലല്ലേ വെച്ചേ? നമ്മുടെ ക്ഷീണം അന്വേഷിക്കാൻ ആരുമില്ല. ക്ഷീണോ? അശോകന്റെ ക്ഷീണമാകാം. അപ്പൊ ശർക്കര വരട്ടി എല്ലാം കൂടെ തണുത്തോ? തണുത്ത് ഇതൊന്ന് ഇട്ട് വെച്ചാൽ മതി. ഇനി ഇതങ്ങോട്ട് ഇട്ട് വെക്കുക, പോയി കിടന്നുറങ്ങുക. ഇപ്പഴേ ഉറക്കം വരാം. ഇന്ന് മുഴുവൻ അടുപ്പുങ്കലായിരുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.